ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ തമിഴിൽ കണ്ട കണക്ക് ഒരു കുഞ്ഞി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഒരു പ്ലാനും ഇല്ല, കാരണം ഡെയിലി എൻ്റെ ലൈഫിൽ എന്താണ് നടക്കുന്നത് ആ സംഭവം ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ രാവിലെ എണീച്ച് ഫേസൊക്കെ വാഷ് ചെയ്ത് ബ്രഷൊക്കെ ചെയ്തിട്ടാണ് ഞാൻ രാവിലെ എണീച്ചാടെ ഇപ്പോൾ എൻ്റെ ഫേസിൽ അല്ലെങ്കിൽ സ്കിൻ കെയർ ഞാൻ മസ്റ്റായിട്ട് ഞാൻ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിൽ അത്രയ്ക്ക് പിമ്പിൾസ് ഉണ്ടായിന്. ഇപ്പം ഞാൻ അത്രയും കെയർ ചെയ്യുന്നുണ്ട്, എൻ്റെ പിമ്പിൾസൊക്കെ പോയി. ഞാനിപ്പോൾ ഒരു സോപ്പാണ് യൂസ് ചെയ്തത് പിമ്പിൾസിൻ്റെ. അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ വെച്ചു. കാരണം എനിക്ക് രാവിലെ എണീച്ച് ചായ ഒന്നിക്ക് അമ്മ വെച്ചില്ല, അല്ലെങ്കിൽ ഞാൻ തന്നെ വെക്കും. കാരണം എനിക്ക് ചായ കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ അന്നത്തെ ദിവസമേ പോകും. എനിക്ക് ഫുഡ് കിട്ടിയിട്ടെങ്കിൽ സാർ അല്ലെങ്കിൽ രാവിലെ ചായ കിട്ടണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്പലത്തിലെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം കണ്ടത്. കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ ആദ്യം അതിനെ നിന്ന്. അവിടെ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഇത്. അപ്പോൾ രാവിലെ എണീച്ച് ഇങ്ങനെ മുറ്റത്ത് വന്നിരിക്കും. മുറ്റത്തിരിക്കുമ്പോൾ എൻ്റെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് എന്നാണെന്നറിയില്ല. രാവിലെ ചായ എടുത്ത് സ്ഥിരം എൻ്റെ പരിപാടിയാണ് അവിടെ വന്നിരിക്കല്. മഴയാണെങ്കിൽ വെയിലാണെങ്കിലൊക്കെ ഭയങ്കര രസമാണ് അവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലെ എണീച്ച് ചായയൊക്കെ കുടിച്ച് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം ഡബ്ബ ഞാൻ കാലിയാക്കി. വർക്കില്ലാത്ത ദിവസമാണെങ്കിൽ രാവിലെ എണീക്കും, ചായ കുടിക്കും, വെറുതെ പുറത്ത് വന്നിരിക്കും, കുളിക്കും, പിന്നെ ഫോൺ കുറേ സമയം തോണ്ടിക്കൊണ്ടിരിക്കും. ഇതന്നെ പരിപാടി. എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അവിടെ കുറച്ച് സമയം ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് പോയിട്ട് കുളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു പിടുത്തമില്ല, ഫോണിൽ ചാർജില്ല. കുളിക്കുന്ന സമയം കൊണ്ട് ചാർജ് ചെയ്യണം. അയ്യോ, ഡേ ഇൻ മൈ ലൈഫിൽ എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നല്ലേ, നമുക്കാണെങ്കിൽ ഒരു പരിപാടിയും ഇല്ല. അങ്ങനെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ മുടി കയറിൻ്റെ ചേച്ചിമാർ വന്നത്. അപ്പോൾ അവരെനിക്ക് അതിനെപ്പറ്റി എന്തൊക്കെയോ വിശദീകരിച്ച് പറഞ്ഞു തന്ന കുറച്ച് സമയം ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അവരിതേ മെല്ലെ പോലായി. നല്ല രസമുണ്ടായി അവരോട് ഇരുന്ന് വർത്താനൊക്കെ പറയുമ്പോൾ. അങ്ങനെ ഞാൻ നേരിതാ കുളിക്കാൻ പോകുന്നു. കുറേ സമയം നൊട്ട പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കുളിയൊന്നും നടക്കൂല. അപ്പോൾ ഞാൻ കുളിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 1 മണിയാവലായി. ഞാൻ രാവിലെ ആ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം പിന്നെ ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനി ഉച്ചക്കേക്ക് തിന്നാൻ എന്തെങ്കിലും ആക്കണം. അപ്പോൾ ഇനി അതാക്കാം. ഇവിടെ ചോറും കറി അമ്മമാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അധികം അങ്ങനെ കറികൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഞാനത് കൂട്ടില്ല. അപ്പോൾ ഞാൻ എനക്കായിട്ട് തക്കാളി സെറ്റാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ചോറിട്ടിട്ട് അങ്ങനെ ആക്കും. തക്കാളി ചോറ് എന്ന് പറയും, പക്ഷെ തക്കാളി ചോറ് പ്രോപ്പറായിട്ട് തക്കാളി ചോറല്ല ആക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ട രീതിക്ക് ഇങ്ങനെ ആക്കി വെക്കും. അപ്പം നമുക്ക് അതാക്കാം. പൊതുവെ എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ നല്ലോണം എരിവിലിടും. പിന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഭയങ്കര ഡയറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ വെയിറ്റ് കുറഞ്ഞു നല്ലോണം. അപ്പോൾ പിന്നെ ഇനി അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. പക്ഷേ ഇപ്പോൾ 2-3 ദിവസമായിട്ട് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ ഡയറ്റും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ഇപ്പം മഴക്കാലത്തിനാകുമ്പോൾ നമുക്ക് തോന്നിയ സമയത്ത് തിന്നാൻ തോന്നും. എനിക്കിപ്പം മധുരത്തിനോട് ഞാൻ പൊതുവെ ഞാൻ ഷുഗർ കട്ടാകും ഇപ്പോൾ, പക്ഷെ എന്നാലും മധുരത്തിനോട് ഭയങ്കര ക്രേവിങ്സ് വരും. പീരീഡ്സിൻ്റെ സമയങ്ങൾക്ക് പിന്നെ നോക്കണ്ട, മധുരേ വേണ്ടു. പക്ഷെ എനിക്ക് പൊതുവെ മധുരത്തിനോട് ഇഷ്ടമില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ എനിക്ക് എരി ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ ഡയറ്റാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എരി നല്ലോണം കഴിക്കും. അങ്ങനെയാണ്. പിന്നെ ഇതായിട്ട് ഫുഡ് കഴിക്കണം. ഇത് പെട്ടെന്നാവും. നമ്മൾ തക്കാളി ചോറ് കണക്ക് അങ്ങനെ ആക്കുന്നില്ലല്ലോ, തക്കാളി ചോറിൻ്റെ ലൈറ്റ് സാധനം. പിന്നെ ഇതായിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ സ്ഥിരം സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ പുറത്തന്നെ ഇരുന്നിട്ടാണ് എപ്പം കഴിക്കൽ. ചില സമയം മാത്രം ആരെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളിൽ പോയി കഴിക്കും. അപ്പം ഞാൻ ആക്കിയിട്ടുണ്ട്. ഞാൻ കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. ഇപ്പം തന്നെ 1:30 അരമണിക്കൂർ എടുത്തു ഞാൻ എല്ലാം കൂടി ആക്കാൻ. ഇനി വേഗം കഴിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോവാം. ഇതാക്കുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് ഒരു കച്ചമ്പറും ആക്കി, ഒരു അച്ചാറും ആക്കി. അച്ചാറാക്കിയിട്ടുള്ള അച്ചാറുണ്ടായിന്, അതും എടുത്തു. ഇത് രണ്ടാണ് വേണ്ടത്. ഫുഡൊക്കെ കഴിച്ച് ഞാൻ കുറേ സമയം ഇവിടെ വന്നിരിക്കും. ഭയങ്കര രസമാണ്. ഇപ്പം മഴയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ, ഒരു വൈകുന്നേരം രാത്രിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര രസമാണ്. എവിടെയും പോകണ്ട. ഇതിപ്പോൾ വീട് റിനോവേഷൻ ചെയ്തതാണ്. പക്ഷെ ഇവിടെ എപ്പോൾ ഇതാക്കിയോ അപ്പൊക്കെ ഞാൻ ഇവിടെ വന്ന് കുറേ സമയം നിൽക്കും. കാരണം എനിക്ക് മടുക്കത്തേ ഇല്ല.
അപ്പം എനിക്ക് കുറേ ആയിട്ട് തുടങ്ങിയ ഒരു ശീലമാണ്. ഞാൻ പുസ്തകം ഇപ്പം കുറച്ചായിട്ട് വായിക്കാൻ നോക്കും. അത് എന്നില്ല, എങ്ങനെയായാലും ഒരു പുസ്തകം ഞാൻ വായിക്കാൻ നോക്കും. പക്ഷേ ഈ പുസ്തകം ഞാൻ കുറേ മുന്നേ ഒരിക്കൽ ഫുൾ വായിച്ച് കംപ്ലീറ്റ് ചെയ്തതാണ്. പക്ഷേ ഈ ഒരു പുസ്തകത്തിനോടുള്ള ആ ഒരു ഇഷ്ടം പോകുന്നില്ല, എന്താണെന്നറിയില്ല. പിന്നെയും നമ്മൾ വായിപ്പിക്കാൻ, കാരണം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ പുസ്തകത്തിൽ. ഞാൻ ഒരിക്കൽ വായിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം ആദ്യം വായിച്ച് കഴിയാനേ. ശരിക്കും പറഞ്ഞാൽ തുടക്കം തൊട്ട് ആ ലാസ്റ്റ് വരുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് കരയാണ്ട് ഇത് വായിച്ച് തീർക്കാൻ പറ്റൂല. എന്നിട്ട് ഞാൻ പിന്നെ എന്തിനാ ഈ പുസ്തകം പിന്നെ വായിക്കുന്നത് വെച്ചാൽ എനിക്കറിയില്ല. കുറേ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട്. പിന്നെ നല്ല രസമാണ്. എത്ര പെട്ടെന്നാണ് വായിച്ച് തീരുന്നത് നമുക്ക് തന്നെ അറിയില്ല. ഇപ്പം ഞാൻ ആദ്യം ഇത് വായിച്ച് കഴിയാനായി. കുറേ സമയം ഞാൻ ഇവിടെ ഇരുന്നിട്ട് അത് വായിക്കും. കാരണം ഫോണൊക്കെ മാറ്റി വെച്ച് ആ ഒരു സംഭവം നമുക്കത് ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റും കുറേ കാര്യങ്ങൾ. ഞാൻ വായിച്ച പുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാന്ന് വെച്ചാൽ അതിലൊന്ന് ഈ ഒരൊറ്റ സാധനമെന്ന് പറയും. ഇപ്പോൾ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പുസ്തകം, ഇനി എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാത്ത കുറേ കാര്യങ്ങൾ ഇതാന്ന് പറയും. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായി പുസ്തകം. നിങ്ങൾ വായിക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത്. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. ഇതുവരെ വായിച്ച് അതായത് എനിക്കൊന്നും മുമ്പേ ഇങ്ങനെ വായിക്കാനോ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ വായിച്ച് ശീലമില്ലാത്തവർക്ക് പോലും ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാവും. ഞാൻ ഇങ്ങനെ കുറച്ച് പുസ്തകങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ വായിച്ചില്ല ശീലം തുടങ്ങണം എന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് വായിച്ച പുസ്തകമാണ് ഇത്. പിന്നെയാണ് ഞാൻ പല പുസ്തകങ്ങളും വായിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇതൊരു അടിപൊളി പുസ്തകമാണ്. വായിച്ച പുസ്തകങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഇത് തന്നെയാണെന്ന് പറയാം. അപ്പം നല്ലൊരു ഉറക്കെല്ലാം ഉറങ്ങി. ഇപ്പോൾ സമയം 5:30. പോയി ചായ കുടിക്കാം. നല്ല ചായയോ അല്ലെങ്കിൽ നല്ല കട്ടൻ ചായയോ കിട്ടിയിട്ടെങ്കിൽ ഇപ്പം തല പൊട്ടും. അപ്പം അമ്പലത്തിലെ പാട്ടെല്ലാം കേട്ട് നല്ല ചായയെല്ലാം അടിച്ചിരിക്കാം. അപ്പം ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിരുന്നു. മൈൻഡ് നമുക്ക് എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. എന്തോ ഒരു സങ്കടം, കാരണം ഒന്നും അറിയൂല. നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇങ്ങനെ. അപ്പം എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പ്രഷർ താങ്ങാൻ പറ്റാത്തൊരാളാണ് ഞാൻ. പണ്ടൊക്കെയാണ് മൂന്നിരിക്കും. ഇപ്പം ആണെങ്കിൽ ഞാൻ അതിനെങ്ങനെ ഓവർകം ചെയ്യും. ഒന്നിക്ക് എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തെങ്കിലും എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കണം. എനിക്കിഷ്ടപ്പെട്ട ഫുഡ് അപ്പം എനിക്ക് കിട്ടണം. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഇപ്പം എനിക്ക് വാങ്ങണം. നോക്കട്ടെ, സ്വിഗ്ഗിയിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഓർഡർ ചെയ്യാം, അല്ല KFCയോ ബർഗറോ. അങ്ങനെയെങ്കിൽ ആവേശം ഒന്ന് തീരട്ടെ. അങ്ങനെ കാത്തിരുന്ന് ഒരു അരമണിക്കൂറിന് ശേഷം എൻ്റെ സാധനം കൈമ കിട്ടി. ബർഗർ വന്നു ഗൈസ്. കുറച്ചും ബർഗർ വന്ന സങ്കടം അങ്ങനെ മാറ്റാം. നല്ല ബർഗറും പെരി പെരി ഫ്രൈസും കെച്ചപ്പ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമില്ല കേട്ടോ അവരത്. പിന്നെ കട്ടൻ ചായൻ്റെ നേരത്തെ ബാക്കിയില്ലത്. പിന്നെ ഒരു കുപ്പി വെള്ളം. എന്തൊരാശ്വാസം. എത്ര നാളിന് ശേഷം അറിയാം ഞാൻ ബർഗറും ഇങ്ങനത്തെ പുറത്തുനിന്ന് ഫുഡെല്ലാം കഴിക്കുന്നു. ഡയറ്റ് തുടങ്ങിയ പിന്നെ കഴിച്ചിട്ടേ ഇല്ല. ചായ അങ്ങനത്തെ കുടിക്കുന്നല്ലാണ്ട് ഞാൻ കഴിച്ചിട്ടേ ഇല്ല ഇങ്ങനെ തിന്നും. അപ്പം നിങ്ങളുടെ കേട്ടത് ഇവിടെ ശനിയാഴ്ച അമ്പലത്തിൽ ഭജന ഉണ്ടാവും. അപ്പോൾ ആ ഭജനയും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ കേട്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ സമയമായി. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയൊന്നും കഴിക്കൊന്നുമില്ല. വേഗം പോയി കിടന്നുറങ്ങും, കുളിക്കും, കിടന്നുറങ്ങും, അത്രയേ ഉള്ളൂ. അപ്പം ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യട്ടെ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.